8ാം ക്ലാസ്സുകാർക്കിടെ മലയാളം എക്സാമിനേഷന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വനപാലകൻ വിഗ്രഹിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? വനത്തെ പാലിക്കുന്നവൻ. ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അത് കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. വനത്തെ പാലിക്കുന്നവനാണ് വനപാലകൻ. അതുപോലെ കനിവിനുറവ. എന്താണ് കനിവിൻ്റെ ഉറവ? വൃക്ഷത്തൈ, വൃക്ഷത്തിൻ്റെ തൈ. ഇടിമിന്നൽ, ഇടിയും മിന്നലും. ഓക്കെ ആണല്ലോ. മൃദുസ്വരം എന്നുള്ളത് എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? മൃദുവായ സ്വരം. അടുത്ത നോക്കൂ. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു എന്നത് ഏത് കാലത്തിലുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു? ഇവിടെ ഓപ്ഷൻസ് ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്? ചെയ്യുന്നു എന്നുള്ളത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു. ഇനി ചെയ്യും എന്നുള്ളത് ഭാവികാലം, ചെയ്തു എന്നുള്ളത് ഭൂതകാലം. അടുത്തത് കാട്ടിൽ തീ പടർന്നു, ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഇത് കണ്ട് കുരുവി എങ്ങനെയാണ് പ്രതികരിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. നിലവിളിച്ചുകൊണ്ട് കാട്ടിന് പുറത്തേക്ക് പറന്നു, തൻ്റെ വിധിയെക്കുറിച്ച് വിലപിച്ചു, തന്നാലാവും വിധം തീ കെടുത്താൻ ശ്രമിച്ചു, മഴദേവനോട് സഹായം അഭ്യർത്ഥിച്ചു. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ സി, തന്നാലാവും വിധം തീ കെടുത്താൻ ശ്രമിച്ചു അല്ലേ?